നല്ല കുടുംബജീവിതം നയിക്കുന്ന, നല്ല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരാൾ ഈ അടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സെയിൻറ്റ് പോളിൻ്റെ തെസ്സലോനിയൻസിന് എഴുതുന്ന കത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമെന്ന്. നമുക്കിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലേ? പറ്റാത്തൊരു കാര്യമാണോ ബൈബിൾ പറയുന്നതെന്ന് ഒരു സുഹൃത്ത് ചോദിക്കാനിടയായി. പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇതാണ്. ബൈബിളിൽ പല സ്ഥലത്തും നിങ്ങൾ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഒരു സ്ട്രോക്ക് വന്ന് കൈ തളർന്നു പോയൊരു മനുഷ്യന് ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അദ്ദേഹത്തിന് കൈ ഒരിക്കലും പൊക്കി സ്തുതിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ തളർവാദം സൗഖ്യപ്പെടുമ്പോഴാണ് കൈ ഉയർത്തി സ്തുതിക്കാൻ പറ്റുക. ഒരുവിധം മിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങളും മനസ്സിൻ്റെ ഒരു തളർവാദമാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായ ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണെന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ സ്വയം ജീവനെടുത്ത ഈ സുഹൃത്തിന് വളരെ ക്രോണിക്കായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടായിരുന്നു. മരുന്ന് കഴിക്കുന്നതിൽ പലപ്പോഴും വീഴ്ചകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറയുമ്പോൾ രോഗികൾക്ക് വൈദ്യനെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്: കർത്താവാണ് ഔഷധം സൃഷ്ടിച്ചത്, ബുദ്ധിയുള്ളവൻ അത് നിരാകരിക്കില്ലെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ മേലാപ്പ് കൊണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പൊതിഞ്ഞു പിടിക്കാനോ കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് കർത്താവ് തന്ന വൈദ്യൻ്റെ സഹായം, മെൻ്റൽ ഹെൽത്ത് സർവീസസ് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ലവണ്ണം ദൈവത്തെയും സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും. ശുഭദിനം ആശംസിക്കുന്നു.